മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ പലയിടത്തും ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങളുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വിശ്വാസികൾ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായും അങ്ങേയറ്റം അപലനീയമായ നടപടിയാണ്. നമ്മുടെ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗധനനായ ആചാര്യനായിരുന്നു യേശു ക്രിസ്തു. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമത്ഭാവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിൻ്റെ നാമധേയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് സർക്കാർ ഭൂമി കയ്യേറുകയും അവിടെ റിസോർട്ട് സ്ഥാപിക്കുകയും ആ ഭൂമിയെല്ലാം സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ഈ മതചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യന്തം ഹീനമായ നടപടിയാണ് ഈ പരുന്തുംപാറയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സ്റ്റോക്ക് മെമ്മോ കൊടുത്ത ശേഷമാണ് കുരിശ് നിർമ്മാണം തുടങ്ങിയതും ഈ അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്നതും. അപ്പോൾ റവന്യൂ വകുപ്പിന് ഒത്താശയില്ലെന്ന് പറയാൻ പറ്റും? റവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിശുദ്ധ പുണ്യാളവാന്മാരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഏത് വകുപ്പെടുത്താലും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് സർവീസിന് വെളിയിലേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു കരുത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കാണിക്കുകയും ചെയ്യണം. കാരണം ഇത്രയും കർക്കശമായ തീരുമാനമെടുക്കുകയും അതിനാവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതിന് ശേഷവും പരുന്തുംപാറയിൽ ഒരു റിസോർട്ടിൻ്റെ നിർമ്മാണം നടത്തുക, ആ നിർമ്മാണം നടത്തിയ റിസോർട്ട് ഉടമയുടെ സ്ഥലത്ത് കയ്യേറിയ സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുക, അങ്ങനെ കുരിശിൻ്റെ ബലത്തിൽ ആ റിസോർട്ടുകളും അദ്ദേഹം കയ്യേറിയ ഏക്കർ കണക്കിന് ഭൂമിയും സംരക്ഷിക്കുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതിനാരെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യണം. കാരണം ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ അട്ടിമറിക്കുന്ന, ഭൂമി മാഫിക്ക് വേണ്ടി അട്ടിമറിക്കുന്ന ഒരാളും സർവീസ് തുടരാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കണം, വേണ്ടി വന്നാൽ അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കണം. അത്തരം ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ മാത്രമല്ല, ഈ ഖനന കാര്യത്തിലാണെങ്കിൽ ജിയോളജി കൊടുക്കുന്ന റിപ്പോർട്ട് വർഷങ്ങളായിട്ട് റവന്യൂ വകുപ്പ് കണ്ടില്ല, നടപടിയെടുക്കാതെ മാറ്റിവെക്കുന്നു. സി വി വർഗീസിനെതിരെ വരെ ഉയർന്ന ആരോപണമാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ വരെ. അപ്പോൾ ഈ തുടരുന്ന ഒരു അനാസ്ഥ അതെന്താണ് റവന്യൂ വകുപ്പ് ഇങ്ങനെ? അല്ല, സി വി വർഗീസിന് ഖനനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിലും അനധികൃത ഖനനം നടക്കുന്നുണ്ട്. അതിൽ നടപടിയെടുക്കേണ്ടത് റവന്യൂ വകുപ്പ് മാത്രമല്ല, അതിൽ നടപടിയെടുക്കേണ്ടത് മറ്റ് വകുപ്പുകൾ കൂടിയുണ്ട്. റവന്യൂ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയാൽ അത് റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരെ ഇടപെടണം. എന്നാൽ പോലീസ്, ജിയോളജിസ്റ്റ്, റവന്യൂ ഈ വകുപ്പുകളെല്ലാം ഈ കാര്യത്തിൽ ഇടപെടേണ്ടവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വകുപ്പ് അവരുടെ പിൻബലത്തോടെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഈ അവിടുത്തെ MLA ഇതൊക്കെ അറിയുന്നില്ലേ? ഇത്തരം സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് CPIയുടെ MLA വാർഡ് സമിതിയൊന്നും അറിയാതെയാണോ ഇത്തരം കയ്യേറ്റങ്ങളൊക്കെ നടക്കുന്നത്? അത് അങ്ങനെ കണ്ടാൽ അതിന് കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതല്ലേ അത്? വാഴൂർ സോമൻ MLA ഈ കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടിനോടൊപ്പമാണ്. ഈ വരുന്ന 26-ാം തീയതി ജില്ലയിലെ ഭൂമി കയ്യേറ്റത്തിനെതിരെയും തോട്ടങ്ങൾ തുണ്ടുതുണ്ടായി മുറിച്ചു വിൽക്കുന്നതിനെതിരെയും CPIയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ മാർച്ചിൻ്റെ മുന്നിൽ അതിൻ്റെ നേതൃത്വത്തിൽ പീരുമേട് MLAയും ഉണ്ടാവും. പീരുമേട് MLA കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. പാർട്ടി എടുക്കുന്ന നിലപാടിനോടൊപ്പമായിരിക്കും എക്കാലവും പീരുമേട്ടിലെ MLA എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. MLAയെ പരിചാരി, MLAയെ ചൂണ്ടി ഈ കയ്യേറ്റത്തിൻ്റെ ഉത്തരവാദിത്വം MLAക്കാണ് എന്ന മറ്റ് ചില പ്രചരണങ്ങൾ ചിലർ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. വാസ്തവവിരുദ്ധമായ പ്രചരണമാണത്.
ഒരു സെൻറ്റ് ഭൂമി പോലും എം എൽ എയോ എം എൽ എയുമായി ബന്ധപ്പെട്ടവരോ അവിടെ കയ്യേറിയിട്ടില്ല. അവിടെ പട്ടയഭൂമികളുണ്ട്. ആ പട്ടയഭൂമിയുടെ മറവിൽ വ്യാപകമായ കയ്യേറ്റം നടന്നിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്.